വെൽക്കം ടു ദി യാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമ്മൾ എഗ് കബാബാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കബാബ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് അല്പം ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടി 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് വെന്ത് ഉടച്ചു വെച്ചിരുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് എഗ് കബാബ് തയ്യാറാക്കാം. അതിനായിട്ട് മുട്ട പുഴുങ്ങി 4ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ മുട്ട ഉടച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ പൊട്ടറ്റോ മസാലയും എടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ അല്പം എണ്ണ തൂത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല ഉരുളയാക്കി എടുത്തതിന് ശേഷം അത് ഒന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിൽ വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഇതിങ്ങനെ കൈകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് റോള് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബ്രെഡ് ക്രംസ് ഫുള്ള് റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെക്കാം. ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കബാബ് ഈ തിളച്ച എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കണം. ഈ കബാബ് ഇട്ടതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഇത് 2 സൈഡും നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2-3 എണ്ണം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരെണ്ണം വീതമാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഒരു സൈഡ് ബ്രൗൺ നിറമായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മുടെ എഗ് കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.